നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറയാൻ പോകുന്നത് ഗുഡ് ന്യൂസ് ആണോന്ന് എനിക്കറിയില്ല ശാലിനി. പക്ഷെ ആ വിവരം നിന്നെ അറിയിക്കണമെന്ന് തോന്നി. എന്താ? പ്രീതിയുടെ ഗർഭം അലസിയതും ആ കേസിൽ സത്യം അറസ്റ്റിലായതൊക്കെ വലിയൊരു വാർത്തയായിരുന്നല്ലോ. കുറെ വിവരങ്ങൾ നീ പറഞ്ഞു എനിക്കറിയാം. ഇപ്പോ പ്രീതിയെ പരിശോധിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നി. സംശയമല്ല, ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെൻഷൻ ആക്കാതെ എന്താന്ന് വെച്ചാ പറ. പ്രീതിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ശാലിനി. നീ എന്താ ഈ പറയുന്നേ? പ്രീതിയുടെ കുഞ്ഞ് അബോർഷൻ ആയെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അത് സത്യമാണ്. പിന്നെ പിന്നെ എങ്ങനെയാ? പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞ് അബോർഷൻ ആയത് സത്യമാണ്. ഇപ്പൊ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്നതും സത്യമാണ്. ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയൂ ഹെലൻ. പ്രീതിയുടെ വയറ്റിലുണ്ടായിരുന്നത് ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കാം. അതിലൊരു കുഞ്ഞിനെ മാത്രമാണ് വിഷപ്രയോഗത്തിൽ നഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോഴും പ്രീതിയുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഇരട്ടകളാണ് പ്രീതിയുടെ വയറ്റിലുള്ളതെന്ന് സ്കാനിങ്ങിൽ ഡോക്ടർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ഇരട്ടകളിൽ ഒന്നിനെ നഷ്ടമായിട്ടും രണ്ടാമത്തെ കുട്ടി അതിജീവിക്കുന്നതിനെ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ വാനിഷ്വിൻ ട്വിൻ സിൻഡ്രം എന്ന് പറയും. അപ്പോ ഇരട്ടകളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടത് വിഷപ്രയോഗം മൂലമായതുകൊണ്ട് ഇപ്പോ വയറ്റിലുള്ള കുഞ്ഞിനെയും അതെന്തുമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചാലേ ഉറപ്പുവരുത്താനാവൂ. ബ്രെയിനിന് വരെ തകരാറുണ്ടാവാനും സാധ്യതയുണ്ട്. ഒരു സ്കാനിങ്ങിലൂടെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്താനാവൂ. അബോർഷൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രീതിക്ക് മതിയായ കാരണങ്ങളുണ്ട്. 2 കുട്ടികൾ വയറ്റിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രീതിക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? കുട്ടി സേഫ് ആണെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തണം. കുട്ടി ആരോഗ്യവാനാണെന്ന് തന്നെയാ എന്റെ കണക്കുകൂട്ടൽ. പിന്നെ നിന്നോട് ഇക്കാര്യം ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി സത്യമേ മറ്റും വിവരം അറിയിക്കാം. അവൾ എന്താ അവിടെ ചെയ്യുന്നേ? നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യമൊന്നും ഇല്ലല്ലോ അവക്ക് ഡോക്ടറോട് സംസാരിക്കാൻ. നിനക്ക് നല്ലൊന്നും ചിന്തിക്കാല്ല. വിഷ്ണുവേട്ടൻ എന്തിനു ദേഷ്യപ്പെടുന്നേ? എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോന്ന് അറിയണമെന്നേ ഞാൻ പറഞ്ഞോളൂ. ശരി, വാ. പ്രീതിയുടെ വയറ്റിലിപ്പോ കുഞ്ഞില്ല ഹെലൻ. ശാലിനി, എന്താ ഇവിടെ? എന്ത്? ഞാൻ കൊണ്ടുവച്ച നീയും ഡോക്ടറുമായിട്ട് എന്താ ഒരു സ്വകാര്യം? ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത എന്താ ഇവിടെ? ഇവളുടെ കൂട്ടുകാരിയായ ഡോക്ടറെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ആന്റി. എന്തോ കള്ളക്കളി ഉണ്ടെന്ന്.
എന്ത് കള്ളക്കളിയെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത്? പ്രീതിയുടെ കാര്യം തന്നെ, അല്ലാതെ വേറെന്താ? പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം എന്നൊക്കെ ഇവള് പറയുന്നത് കേട്ടല്ലോ. പ്രീതിയുടെ കാര്യം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. പ്രീതിയുടെ ഹെൽത്ത് കണ്ടീഷൻ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അതും പറയേണ്ടി വന്നു. അല്ല, പ്രീതിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നാണോ സുസ്മിതയുടെ അഭിപ്രായം? ഞങ്ങള് ഡോക്ടേഴ്സിന് അറിയാവുന്നതിൽ കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയും. സത്യമേ, ശാലിനി വിളിച്ചതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങളുടെ മകളെ നോക്കാൻ. ആദരിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. സോറി ഡോക്ടർ. ഡോക്ടർ ഒന്നും വിചാരിക്കരുത്. സുസ്മിത ഒരു പേഷ്യൻ്റാ. പാരമ്പര്യമായിട്ട് സംശയരോഗമുള്ളൊരു കുട്ടിയാ. അതുകൊണ്ടാ അച്ഛനമ്മമാരോട്ട് പോലും പിരിഞ്ഞു നിൽക്കുന്നതേ. ഇയാളെ ഞാൻ. ഡോക്ടർ, പ്രീതിക്ക് എന്താ പറ്റിയത്? രക്തക്കുറവുണ്ട്, ആരോഗ്യം തീരെയില്ല. അതുകൊണ്ടാ തല ചുറ്റി വീണത്. ഇപ്പൊ മരുന്നിന്റെ സെഡേഷനുള്ള മയക്കത്തില്ല. ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം. വൈറ്റമിൻസും അയണുമൊക്കെ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. ഇടയ്ക്കിടെ പഴങ്ങളും ജ്യൂസൊക്കെ കഴിക്കാം. കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും ടോണിക്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. ശരി. അതെ, ഇടയ്ക്കെന്തെങ്കിലും ചെക്കപ്പ്, ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ടോന്ന് നോക്കണം. ഒരു ദിവസം ശാലിനി പ്രീതിയും കൂട്ടി വന്നാ മതി. അല്ലെങ്കിൽ തലചുറ്റലൊക്കെ ഇനി ആവർത്തിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.